അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിലെ തംരീനാത്തിൻ്റെ തുടർച്ചയാണ്. താഴെ ഒരു നല്ലൊരു അടിപൊളി പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫിൻ്റെ പ്രത്യേകത കാനയും മാക്സിമം കാനയുടെ അഹ്വാത്തുകൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. നമുക്ക് വായിക്കാം. നുമയ്യിസു അൻവാ ഖബരി കാന, കാനയുടെ ഖബറിൻ്റെ ഇനങ്ങളെ നമുക്ക് വേർതിരിക്കാം. വ അഹ്വാത്തിയ, കാനൻ്റെ അഹ്വാത്തുകളുടെ ഇനങ്ങൾ, ഖബറിൻ്റെ ഇനങ്ങളെയും വേർതിരിക്കാം. മിനൽ ഫിക്രത്തിലാത്തിയ താഴെ പറഞ്ഞ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, കാനയുടെ ഖബറും കാനയുടെ അഹ്വാത്തിൻ്റെ ഖബറും ഒരു ഫീലിയ ജുംല വരാം, ഒരു ഇസ്മിയ ജുംല വരാം, ഒരു ഇസ്മു വരാം, ഒരു ജാർ മജ്റൂർ വരാം, ഖബർ വരാം, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ താഴെ അതിൽ നിന്ന് ഏതൊക്കെ ഇനങ്ങളാണ് വന്നത് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറയുന്നത്. പാരഗ്രാഫ് നമുക്ക് വായിച്ചു നോക്കാം. കാനൽ ജവ്വു മൂത്തതിലൻ, അന്തരീക്ഷം മിതമായി. ഫഹബത്തിൽ റിഹു, അങ്ങനെ കാറ്റടിച്ചു വീശി. ഫസോരത്തി സമാവു, ആകാശമായി തീർന്നു. തുലബതു, അത് മൂടുന്നതായി തീർന്നു. ബിൽ ഉയൂബി, മേഘങ്ങളെ കൊണ്ട്, അഥവാ ആകാശമേഘാവൃതമായി. ഫ അംസൽ മത്രു, വൈകുന്നേരം മഴയായിത്തീർന്നു. ക അന്നഹു യർക്കുതു, അത് പോകുന്നത് പോലെ ആയിത്തീർന്നു. വൈകുന്നേരം ആയപ്പം മഴ അങ്ങനെ പോകുന്നത് പോലെ ആയിത്തീർന്നു. റക്കൽ ഇറക്കുതു പറഞ്ഞാൽ പോകുക. വ ബാത്തൻ നാസു, ജനങ്ങൾ രാപ്പാർത്തു. അഥവാ ദിയാറും, അവരുടെ വീടുകളൊക്കെ എങ്ങനെ മുക്കയ്യഫത്തുൻ, അന്തരീക്ഷം നല്ല തണുപ്പുള്ളതായ നിലയിൽ. സുമ്മ അസ്ബഹു യസ്തൈഖുലൂന, പിന്നെ അവർ പ്രഭാതത്തിലായി. യസ്തൈഖുലൂന, ഉണരുന്നവരായി. ഏത് സ്ഥിതിയിൽ? വാവ് ഹാലിയാണ്. വ അസാനുൽ ഫജ്രി, പ്രഭാത ബാങ്കാകുന്നത് മസ്മൂൻ, കേൾക്കപ്പെടുന്നുണ്ട്. ആ സ്ഥിതിയിൽ, അപ്പം സുബഹി ബാങ്ക് കേൾക്കുന്ന നിലയിൽ അവർ എഴുന്നേൽക്കുന്നവരായി. ഫ അൽഹൗ, അങ്ങനെ അവർ ലുഹാ സമയത്ത് മുസ്തൈലിന, ജോലിയുമായി വ്യാപൃതരാകാൻ തുടങ്ങി. വാവ് ഹാലിയാണ്. വൽ ജവ്വു ലൊല്ല സഹ്വ, അന്തരീക്ഷമാകുന്നത് ലൊല്ല സഹ്വൻ, അത് പകൽ സമയം മുഴുവൻ നല്ല ക്ലിയർ ഉള്ളതായി. ലൊല്ല എന്ന് പറഞ്ഞാൽ പകൽ സമയം മൊത്തം ആയിത്തീരുന്നതിനാണല്ലോ. വലം യസൽ സോഫിയൻ, ആ പകൽ ആയിക്കൊണ്ടേയിരുന്നു. സോഫിയൻ, നല്ല തെളിഞ്ഞതായിക്കൊണ്ടേയിരുന്നു. ഹത്തൽ മസാ, ഈ വൈകുന്നേരം വരെ ആ പകൽ അങ്ങനെ തെളിഞ്ഞതായിക്കൊണ്ടേയിരുന്നു. മാസാല ലം യസൽ, അതിൽ നിന്ന് വന്നതാണ്. വലൈസത്തി സുഹുബു കസീഫത്തൻ, ആകാശമായിട്ടില്ല. സുഹുബ് പറഞ്ഞാൽ വലൈസത്തി സുഹുബു, കാർമേഘമായിട്ടില്ല. കസീഫത്തൻ, തിങ്ങിയതായിട്ടില്ല. അങ്ങനെ അന്തരീക്ഷം നല്ല തെളിഞ്ഞതായി. ഇതിൽ നിന്ന് നമ്മോട് പറഞ്ഞത് കാനയുടെയും അഹ്വാത്തുകളും ധാരാളം, കാനയുടെയും കാനൻ്റെ അഹ്വാത്തും പറഞ്ഞു. അപ്പോൾ അവകളുടെ ഖബർ ഏതൊക്കെ ഐറ്റംസ് വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താനാണ്. രണ്ടാമത്തത് നുക്കമ്മിലു അൽ കിസ്സ, താഴെ പറയുന്ന കഥ നമുക്ക് പൂരിപ്പിക്കാം. ബി ഇഖ്തിയാരി അഹ്വാത്തി കാന, കാനയുടെ അഹ്വാത്തുകളെ തെരഞ്ഞെടുത്തുകൊണ്ട്. എങ്ങനത്തെ അഹ്വാത്ത്? അൽ മുനാസിബത്തി മിനൽ കൗസൈനി, രണ്ട് ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ കാനയുടെ അഹ്വാത്തുകളെ തെരഞ്ഞെടുത്തുകൊണ്ട്. വനുബയ്യിനു അവാമില, അവകളുടെ ആമിലുകളൊക്കെ നമുക്ക് വ്യക്തമാക്കുകയും ചെയ്യാം. ബ്രാക്കറ്റിൽ എന്തൊക്കെയുള്ളത്? ഫസ്ബഹത്ത്, ഫമാസാലത്ത്, അംസത്ത്. ഫസ്ബഹത്ത് പറഞ്ഞാൽ രാവിലെയായി. ഫമാസാലത്ത്, ആയിക്കൊണ്ടേയിരുന്നു. ഫംസത്ത്, വൈകുന്നേരമായി. എന്താണ് പാരഗ്രാഫ്? കാനത്തു ലഫാദി ഉ, തവളകളായിരുന്നു. ഫി ഓബ, കാട്ടിലായിരുന്നു. ഡാഷ് യോമുൻ, ഒരു ദിവസം. തെർക്കലു, അവകൾ നീങ്ങുന്നു. ഹൗല ബിർക്കത്തിൻ, ഒരു കുളത്തിൻ്റെ പരിസരത്തിലേക്ക് നീങ്ങുന്നു. വടന്തോ വിട്ടുപോയിട്ടുണ്ട്. ഫറഅത്ത് ഹ, അവകളെ കണ്ടു. ഹയ്യത്തുൻ, ഒരു പാമ്പ്. ഡാഷ് തബിഅത്ത് ഹ, ആ പാമ്പ് ഫോളോ ചെയ്തു. ഹ, ഈ തവളകളെ. ഫസ അലത്ത് ഹ, അങ്ങനെ ഈ പാമ്പ് ചോദിച്ചു. ഹ, ഈ തവളകളോട്. എന്തിനാണ് ആവശ്യപ്പെട്ടത്? സാലത്താണ് ആവശ്യപ്പെട്ടു, തവളകളോട് ആവശ്യപ്പെട്ടു. അൻ തൽ അബമാഹ, ഈ പാമ്പിനോടൊന്നിച്ച് കളിക്കാൻ ആവശ്യപ്പെട്ടു. ഫറഖബത്തുല്ലഫാദിയു, അങ്ങനെ ഈ തവളകൾ കയറി. അലാ ലഹുരിഹ, ഈ പാമ്പിൻ്റെ പുറത്ത്, മുതുകിൽ കയറി. ഡാഷ് മുസ്രിയതൻ ഇലാ ഹുജറത്തിഹ, അങ്ങനെ ഉളരിയതായി, വളരെ വേഗത്തിലായ നിലയിൽ. ഇലാ ഹുജറത്തിയ, എവിടേക്ക്? തൻ്റെ മാളത്തിലേക്ക് വേഗത്തിലായ നിലയിൽ ഡാഷായി. ഇത് വിട്ടുപോയ ഈ 3 സ്ഥലത്ത് പൂരിപ്പിക്കാനാണ് നമ്മോട് പറഞ്ഞത്. ഇനി അടുത്തത് നുറത്തിബു അൽ അസ്മാ വൽ അഖ്ബാർ അലി അഖ്വാത്തി കാന, കാനയുടെ അഖ്വാത്തിൻ്റെ ഖബറുകളെയും ഇസ്മുകളെയും നമുക്ക് ഓർഡറാക്കി പറയാം. ഇവിടെ ഡിസോർഡറിലാണ് കൊടുത്തത്, അത് ഓർഡറാക്കിയിട്ട് എഴുതാം. നൽബുത്തു ബിൽ അഷ്കാലി, അതിൻ്റെ ഷെക്കുലുകളെ നമുക്ക് ക്ലിപ്തപ്പെടുത്താം. ഫത്ത് കസർ, ഇങ്ങനത്തെ അതിൻ്റെ ഹർക്കത്തുകൾ, ഷെക്കുലാണ് ഹർക്കത്തുകളെ ക്ലിപ്ത. എന്താണ് ഒന്നാമത്തത്? ഫൗക അസ്ബഹ തൊല്ലു അസുഹാറുൽ ഹദീക്കത്തി. ഇതിൻ്റെ മലയാളം എന്താണെന്ന് ചോദിച്ചാൽ, തോട്ടത്തിലെ പൂകളാകുന്നത് വളരെയധികം ഡിമാൻഡുള്ളതായി, ആവശ്യമുള്ളതായി. ഫൗക്കാറാൻ മേലെ, അസ്ബഹ പ്രഭാതത്തിലായി, ആ തൊല്യറാൽ ഡിമാൻഡ്,
അസ്ഹർ പൂക്കൾ, ഹദീഖത്ത് തോട്ടം. അത് ഈ മലയാളത്തിനോട് ഉചിതമായ രീതിയിൽ അത് എഴുതുക. രണ്ടാമത്തത് അൽ മറല്ലു ലം യസൽ യസ്തഫ്ഹലു ഫബാത്ത ഹസീനൻ അൽ മരീലു. രോഗം മൂർജിച്ചതായിക്കൊണ്ടേയിരുന്നു, അങ്ങനെ രോഗി ദുഃഖിതനായി, രാത്രി ദുഃഖിതനായി തീർന്നു. ഇതാണ് എഴുതേണ്ടത്. ഇതിൻ്റെ ഇത് ഓർഡറാക്കിയിട്ട് ഇത് മറന്നു പറഞ്ഞ രോഗം ലം യസൽ ആയിക്കൊണ്ടിരുന്നു, യസ്തഫ്ഹലു മാരകം ശക്തമായിക്കൊണ്ടിരിക്കുക, ഫബാത്ത രാത്രാർത്തു ഹസീനൻ ദുഃഖിതനാ നിലയിൽ അൽ മരീലു രോഗി. ഇത് ഡിസോർഡറിലാണ് കൊടുത്തത്, ഓർഡറാക്കിയതാണ് പറഞ്ഞത്. ഇനി നുസഹിഹു അൽ അഖ്ത, താഴെ പറയുന്ന തെറ്റുകളെ നമുക്ക് ശരിയാക്കി എഴുതാം. ഫിൽ അഖ്ബാരി, ഖബറുകളിലുള്ള. അല്ലത്തി എങ്ങനത്തെ ഖബറാണ്? തഹ്ത, അതിൻ്റെ താഴ്ഭാഗത്തുണ്ട് ഖത്തുൻ, വരയിട്ടിട്ടുണ്ട്. വനുബയ്യനു കാന താമ വൻ നാക്കിസ, അതുപോലെ തന്നെ നാക്കിസും താമുമായ കാനയെ നമുക്ക് വിശദീകരിക്കുകയും ചെയ്യാം. ഏതൊക്കെയാണ് കണ്ടെത്താൻ. എന്താണ് പാരഗ്രാഫ്? കാനലി ജാറുൻ, എനിക്കൊരു അയൽക്കാരൻ ഉണ്ടായിരുന്നു. ലായസാലു തസൂറു അൽ ഹദീഖത്ത, അയാൾ എന്നും തൻ്റെ തോട്ടം സന്ദർശിച്ചുകൊണ്ടേയിരുന്നു. ലായസാലു പറഞ്ഞാൽ മാസാല, പോയിക്കൊണ്ടേയിരുന്നു എന്നർത്ഥം. അപ്പോൾ സന്ദർശിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനത്തെ തൻ്റെ തോട്ടം സന്ദർശിക്കാറുള്ള ഒരു അയൽക്കാരൻ എനിക്കുണ്ടായിരുന്നു. ലൈസലഹ അഹുലുൻ, അയാൾക്ക് കുടുംബങ്ങളൊന്നും ഇല്ല. ഫതൊലബ മിന്നി, അങ്ങനെ അയാൾ എന്നോട് ആവശ്യപ്പെട്ടു അൻ അസ്ഹബഹു, അയാളുടെ കൂടെ പോകാൻ. എവിടേക്ക്? ഇലൽ ഹദീഖത്തി, തോട്ടത്തിലേക്ക്. ഫഅസ്ബഹ്ന, അങ്ങനെ ഞങ്ങൾ രാവിലെ ആയിത്തീർന്നു. യർക്കബൂനൽ ഹാഫിലത്ത, ബസ് കയറുന്നവരായിത്തീർന്നു. സ്വതമത്ത് ഹാഫിലത്തുന, ഞങ്ങളുടെ ബസ് കൂട്ടിമുട്ടി ബി സയ്യാറത്തിന്, ഒരു കാറുമായി. കാനഫിഹ, ആ കാറിൽ ഉണ്ടായിരുന്നു സലാസത്തു റിജാൽ, 3 ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാറുമായിട്ട് ഞങ്ങളുടെ ബസ് കൂട്ടിമുട്ടി. വകാനു, ആ 3 ആളുകളുമായിരുന്നു ശുബ്ബാനൻ, നല്ല ശക്തരായിരുന്നു, ശുബ്ബാന യുവാക്കളായിരുന്നു, അക്വിയ നല്ല ശക്തിയുള്ളവരായ യുവാക്കളായിരുന്നു. വകാന ഹുനാക ശുറത്തുൻ, അവിടെ പോലീസുകാരുണ്ടായിരുന്നു. ഫഅസ്റൗ, അവർ വളരെ പെട്ടെന്ന് വന്നു. ഇലൈന, ഞങ്ങളുടെ അടുത്തേക്ക്. വഹല്ലു, അവർ പരിഹരിച്ചു അൽ മുഷ്കിലത്ത, അവിടുത്തെ പ്രശ്നങ്ങളെ പരിഹരിച്ചു. ഫസോറു മസുറൂറ, അങ്ങനെ അവരായി മസുറൂർ, നല്ല സന്തുഷ്ടരായി തീർന്നു. ഫഅംസൈന ഫിൽ ഹദീഖത്തി, അങ്ങനെ ഞങ്ങൾ തോട്ടത്തിൽ മസാഅൻ, വൈകുന്നേരം എത്തിയവരായി. ഇതിൽ ഈ അടിവരട്ടതൊക്കെ അവിടെ എന്തൊക്കെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ തിരുത്തി എഴുതുക. അതുപോലെ തന്നെ ഒരു നാക്കിസാക്കാനേത്, താമായക്കാനേത് എന്ന് കണ്ടുപിടിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു അലാ ഖൈറിൽ ഖസീന നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.